മുത്തങ്ങയിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ 35 പ്രതികളെ വെറുതെ വിട്ടു. കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ഒന്നാം പ്രതി ഗീതാനന്ദനും കുറ്റവിമുക്തൻ. 3 മുതൽ 57 വരെയുള്ള പ്രതികളെയാണിപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ഗൗതം അമൃകുഞ്ഞം വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, വർഷങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞത്? ഏറെ പ്രമാദമായ കേസാണ് മുത്തങ്ങയിലെ കൊലപാതക പോലീസുകാരന്റെ കൊലപാതക കേസ്. അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ നീണ്ട വിചാരണ നടപടികളാണ് നടന്നിരുന്നത്. കൽപ്പറ്റ കോടതിയിലാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ അനുസരിച്ച് നിലവിൽ 35 പ്രതികളെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേസിൽ ഒരാൾ മാത്രമാണ് കുറ്റം ചെയ്തതായിട്ട് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളിൽ ഗീതാനന്ദൻ കുറ്റവിമുക്തനായിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൽപ്പറ്റ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഗീതാനന്ദൻ ഈ കേസിൽ കുറ്റവിമുക്തനായിരിക്കുന്നു എന്നത് വിധിയായി ഈ സമയത്ത് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ 35 പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 35 പ്രതികൾ കുറ്റക്കാരല്ല എന്നാണ് കൽപ്പറ്റ കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് വിധി പ്രസ്താവം കൽപ്പറ്റ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗീതാനന്ദന് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. കുറ്റക്കാരനാകുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സ്വാഭാവികമായും ഈ വിചാരണ വേളയിൽ ഗീതാനന്ദന് മേൽ അത്തരത്തിൽ കുറ്റം ചുമത്താൻ കഴിയുന്നില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. കണ്ണൂരിലെ പോലീസുകാരനായിട്ടുള്ള വിനോദാണ് ഈ മുത്തങ്ങ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് മുത്തങ്ങയിലുണ്ടായിട്ടുള്ള അന്ന് നടന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ ഈ സംഭവത്തിൽ കൊല്ലപ്പെടുന്നത്. ആ കേസ് 20 വർഷത്തിലധികം നീണ്ട വിചാരണ നടപടികളാണ് നടന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ 23 വർഷത്തിന് ശേഷം ഈ കേസിൽ കൽപ്പറ്റ കോടതി വിധി പറയുന്നത്. ആ വിധി പ്രസ്താവം നടന്നുകൊണ്ടിരിക്കുകയാണ് കൽപ്പറ്റയിലെ കോടതിയിൽ. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 35 പ്രതികൾ, അതായത് 3 മുതൽ 32 വരെയുള്ള 35 പ്രതികൾ അവർ കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിൽ കുറ്റം ചെയ്തതായി തെളിയുന്നത് ഒരാൾക്കെതിരെ മാത്രമാണ്. അതായത് A1 എന്ന ഈ പ്രതിപട്ടികയിൽ ആദ്യമുള്ള ആൾ മാത്രമാണ് കുറ്റം ചെയ്തത് എന്ന് കോടതി പറയുന്നുണ്ട്. അതോടൊപ്പം ഗീതാനന്ദൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് കൽപ്പറ്റ കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ വിധി പ്രസ്താവം പുരോഗമിക്കുകയാണ് കോടതിയിൽ. സ്വാതി.